യെസ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് അതെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വേർഡ് ആണല്ലേ പോളിഗൺസ് അല്ലെ. എന്നാൽ ഈ പോളിഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ ചാപ്റ്ററിലേക്ക് പോയാലോ. അപ്പോൾ ആരാണ് ഈ പോളിഗൺ അല്ലെ, അവന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നെല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണേ. യെസ്, ഞാൻ ആദ്യം ഒരു ഫിഗർ വരയ്ക്കുവാണ്. യെസ്, ഇങ്ങനെ ഒരു ഫിഗർ വരച്ചേ. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് പോളിഗൺ ആണോ അല്ലയോ നമ്മൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതിനകത്ത് ഒരാളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇയാൾക്ക് ഇങ്ങനെ നടന്ന് 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 പുറത്തേക്ക് പോകാൻ സാധിക്കും. കാരണം ഇത് ഒരു അടഞ്ഞിരിക്കുന്ന ഫിഗർ അല്ല അല്ലെ. ഇവിടെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫിഗർ ആണ്. പക്ഷേ നമ്മുടെ പോളിഗൺസ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. അവൻ ഈ തുറന്നിരിക്കുന്ന ഒരു ഫിഗർ അല്ല. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവൻ എപ്പോഴും എന്തായിരിക്കും, ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓൾറെഡി അറിയാം, മിസ്സിന് അറിയാം, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് റിവിഷൻ ആയിട്ട് കാണുന്നത്. എനിവേ നമുക്ക് ആദ്യം മുതൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ് ആദ്യം മുതൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ പോളിഗൺ എന്ന് പറയുന്നത് എന്താണ്, അവനൊരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ പിടിച്ചോളൂ. അടുത്തൊരു ഫിഗർ വരച്ചു. ഇവൻ പോളിഗൺ ആണോ അല്ലയോ, ഇവനൊരു ബഹുഭുജം ആണോ അല്ലയോ, നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു ഉത്തരം വന്ന് കാണും, യെസ് അല്ലെങ്കിൽ നോ. അപ്പോൾ മിസ് പറയുന്നു ഇവൻ എന്ത് അല്ല, പോളിഗൺ അല്ല. കാരണം നോക്കിക്കേ, നമ്മുടെ പോളിഗണിന്റെ സൈഡുകളെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. സർക്കിൾ എന്ന് പറയുന്നത് ഒരു കർവ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലെ. പക്ഷേ നമ്മുടെ പോളിഗണിന്റെ സൈഡുകളെല്ലാം എന്താണ്, സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ പറയും ആദ്യം അടഞ്ഞിരിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞു. ഇത് അടഞ്ഞിരിക്കുന്നതല്ലേ? അതെ, അടഞ്ഞിരിക്കുന്ന ക്ലോസ്ഡ് ഫിഗർ ആണ്. പക്ഷേ സൈഡുകളെല്ലാം എന്തായിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എന്താണ്, സൈഡ്സ് എന്ന് പറയുന്നത്. സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. യെസ്, ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ഓക്കെ, അങ്ങനെ അടുത്ത ഒരു ആളെ പിടിച്ചോളൂ. യെസ്, അടുത്തൊരു ഫിഗർ മിസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവൻ പോളിഗൺ ആണോ അല്ലയോ, എന്ത് തോന്നുന്നു? ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഉത്തരം വന്ന് കാണും അല്ലെ, യെസ് അല്ലെങ്കിൽ നോ. അപ്പോൾ മിസ് പറയുന്നു ഇവനും എന്തല്ല, പോളിഗൺ അല്ല. അല്ലെ, മിസ് കുറച്ചു നേരം ആയാലേ പോളിഗൺ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് പോളിഗൺ അല്ലാത്ത ആളുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, ആ പ്രോപ്പർട്ടീസ് ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവനെ മിസ് എന്തുകൊണ്ട് പോളിഗൺ അല്ല എന്ന് പറഞ്ഞു, ബഹുഭുജം അല്ല എന്ന് പറഞ്ഞു? നോക്കാം. ഇവൻ ഒരു ക്ലോസ്ഡ് ഫിഗർ ആണോ? അതെ, ക്ലോസ്ഡ് ഫിഗർ ആണ്. ഇവന്റെ സൈഡുകളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണോ? അതെ, ഇവന്റെ സൈഡുകളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്നിട്ടും മിസ് എന്താ ഇവൻ പോളിഗൺ അല്ല എന്ന് പറയാൻ കാരണം? നോക്കിക്കേ, ഇവന്റെ ഒരു സൈഡ് നോക്കിക്കേ, ഒരാൾക്ക് മീതെ ഒരാളിങ്ങനെ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പോളിഗണില് ഈ സൈഡുകൾ തമ്മിൽ ക്രോസ് ചെയ്യത്തില്ല, ഒന്നിനു മീതെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് പോകത്തില്ല. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. സോ ഇവൻ എന്തല്ല, പോളിഗൺ അല്ല. അപ്പൊ പോളിഗണിന്റെ 3 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ആദ്യം പഠിച്ചത്? പോളിഗൺ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും, ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫിഗർ അല്ല. പിന്നെ രണ്ടാമത് പഠിച്ചത് എന്താണ്? വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത് പഠിച്ചത് എന്താണ്? ഒന്നിനു മീതെ ഒന്ന് വരാൻ പാടില്ല. ഓക്കെ ആണല്ലോ. സോ അടുത്ത ആളെ മിസ് വരക്കാൻ പോകുന്നു. ഓക്കെ, ഇവൻ ഒരു പോളിഗൺ ആണോ അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ട്രിക്ക് കിട്ടി കാണും അല്ലെ. ഇപ്പൊ ഞാൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് മനസ്സിലായി കാണും, ഇത് പോളിഗൺ ആണെന്ന് തോന്നുന്നു അല്ലെ. യെസ്, ദിസ് ഇസ് പോളിഗൺ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും അപ്ലൈ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവനൊരു ക്ലോസ്ഡ് ഫിഗർ ആണോ? അതെ, ഇവനൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. സൈഡുകളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണോ? അതെ, സൈഡുകളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരു സൈഡിന് മീതെ ഒരു സൈഡ് വരുന്നുണ്ടോ? ഒരു സൈഡിന് മീതെ ഒരു സൈഡ് വരുന്നില്ല. ഈ 3 കാര്യങ്ങളും ഇവിടെ എന്താണ്, ഓക്കെ ആണ് അല്ലെ, പെർഫെക്റ്റ് ഓക്കെ ആണ്. സോ ഇവരാണ് നമ്മൾ ഇത്ര നേരം അല്ലെ കാത്തിരുന്ന് പരിചയപ്പെടുന്ന നമ്മുടെ പോളിഗൺ അഥവാ ബഹുഭുജം. പോളിഗൺ ഓക്കെ ആണല്ലോ. അപ്പൊ പോളിഗൺ എന്താണെന്നുള്ള ഒരു ധാരണ വന്നോ? എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ, സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ മിസ് ഒന്നും കൂടി പറയാം. പോളിഗൺ എന്ന് പറയുന്നത് അടഞ്ഞിരിക്കുന്ന ഫിഗർ ആണ്, സൈഡുകളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒന്നിനു മീതെ ഒന്ന് വരില്ല. ക്ലിയർ ആണല്ലോ. ഇതാണ് ബഹുഭുജം അഥവാ പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം, ഏറ്റവും ചെറിയ പോളിഗൺ, സ്മോളസ്റ്റ് പോളിഗൺ, ഏറ്റവും ചെറിയ ബഹുഭുജം എന്ന് പറയുന്നത് നമുക്ക് അടഞ്ഞിരിക്കുന്ന ഫിഗർ ആയിരിക്കണം. 2 ലൈൻ വെച്ചിട്ട് അല്ലെ, 2 പേരെ വെച്ചിട്ട് അടഞ്ഞിരിക്കുന്ന ഒരാളെ ഉണ്ടാക്കാൻ പറ്റുമോ? പോസിബിൾ അല്ല അല്ലെ. നമുക്ക് ഒരാളെ കൂടെ ഒരു സൈഡ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. 3 സൈഡ് വരുന്ന
ഒരാളെ കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, ഇവൻ ക്ലോസ്ഡ് ഫിഗർ ആണ്, അടഞ്ഞിരിക്കുന്നത് ആളാണ്, സൈഡുകളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്, വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒന്നിനും ഇതേ ഒന്നും വന്നിട്ടില്ല. സോ ഇവൻ എന്താന്ന് പറയാം? പോളിഗൺ ആണെന്ന് പറയാം. രണ്ട് പേരെ വെച്ചിട്ട് നമുക്ക് പോളിഗൺ ഉണ്ടാക്കാൻ പറ്റില്ല, അടഞ്ഞിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ടാക്കാൻ പറ്റില്ല. സോ രണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത് 3 സൈഡുള്ള ഒരു പോളിഗൺ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. ആ 3 സൈഡുള്ള ആളെ നമ്മൾ ഒരു പേര് പറയും. എന്താണ്? ട്രയാങ്കിൾ അഥവാ ത്രികോണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും ചെറിയ പോളിഗൺ, ഏറ്റവും ചെറിയ ബഹുഭുജം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ട്രയാങ്കിൾ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ സെറ്റായോ? പക്കാ ക്ലിയർ ആയോ? പോളിഗൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതാ അടുത്തതിലേക്ക് പോകാം. ഇനി എന്താണ് പോളിഗൺ എന്ന് പറയുന്നത്? നോക്കി, ഫിഗർ വിത്ത് 3 or more sides ആർ കോൾഡ് പോളിഗൺ. ഇപ്പോൾ മിസ് പറഞ്ഞതുപോലെ തന്നെ അല്ലേ, ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. അവൻ എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്. 3ൽ കൂടുതലോ വശങ്ങളുള്ള എല്ലാ ഫിഗേഴ്സും എന്താണെന്ന് പറയാം? പോളിഗൺ ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ അല്ലേ? യെസ്. ഇതാ നോക്കിക്കേ, നമ്മുടെ പോളിഗണിൽ തന്നെ റെഗുലർ പോളിഗൺ ഉണ്ട്. ഓക്കെ, സമബഹുഭുജങ്ങൾ. എന്താണ് ഈ സമബഹുഭുജങ്ങൾ അഥവാ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ? സാധാരണ പോളിഗൺ തന്നെ അവനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഇതാ നോക്കിക്കേ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. കൂടാതെ ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാ കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, ഭയങ്കര സിമ്പിൾ അല്ലേ? ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവല്ലോ. പോളിഗൺ എന്താന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഈ റെഗുലർ പോളിഗൺ? എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിട്ട് വരുന്ന പോളിഗൺ ആണ് റെഗുലർ പോളിഗൺ. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് പോളിഗൺസ് ഏതൊക്കെയാന്ന് നോക്കാം. എന്താ നോക്കിക്കേ, ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞതുപോലെ 3 സൈഡ്സ് ഉള്ള അല്ലെ ഏറ്റവും ചെറിയ പോളിഗൺ, ഏറ്റവും ചെറിയ ബഹുഭുജമാണ് നമ്മുടെ ത്രികോണം അഥവാ ട്രയാങ്കിൾ. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡ് ഉണ്ട്. ഓക്കെ, 4 വശങ്ങളുള്ള ആളാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ഇനി ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ 4 സൈഡുള്ള വേറെ ആളുകൾ ഉണ്ടല്ലേ. ആരൊക്കെയാണ്? റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ട്രപ്പീസിയം ഉണ്ട്, പാരലലോഗ്രാം ഉണ്ട് അല്ലെ, ചതുരം, സമചതുരം, സമാന്തരികം, ലംബകം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, സെറ്റ് ആണല്ലോ? ഇനി 5 സൈഡുള്ള ആളെ നമുക്ക് എന്ത് പറയാം? പെന്റഗൺ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഇനി 6 സൈഡുള്ള ആൾ വരുമ്പോൾ എന്താണ്? ഹെക്സഗൺ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ പോളിഗൺസ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുത് 3 സൈഡ് ഉണ്ടാകും. ഇനി സൈഡുകളുടെ എണ്ണം എത്ര വേണമെങ്കിലും കൂടാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ പോളിഗൺസ് എന്താണ്? റെഗുലർ പോളിഗൺ എന്താണ്? അപ്പോൾ സൈഡുകളുടെ എണ്ണം കൂടാം. ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, ഏറ്റവും ചെറിയ പോളിഗൺ ആരാണ്? ട്രയാങ്കിൾ, ത്രികോണം. അവൻ 3 സൈഡ് ഉള്ളൂ. 4 സൈഡ്, 5 സൈഡ്, 10 സൈഡ്, 72 സൈഡ്, 82 സൈഡ്, 100 സൈഡ്, എത്ര സൈഡുകൾ വേണമെങ്കിലും പോളിഗൺസിന് വരാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പോളിഗൺ എന്ന് പറയുന്ന ആളുടെ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ആളെ മാത്രം നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ മതി കേട്ടോ. താഴെ കാര്യം നോക്കണ്ട, അത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ മിസ് പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കേ, സം ഓഫ് ഇന്നർ ആംഗിൾസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഉറപ്പാണ് എക്സാമിന് ചോദിക്കും. ഓക്കെ, എന്താണ് ഒരു പോളിഗണിന്റെ അകത്തുള്ള ആംഗിൾസ്? ഓക്കെ, അകത്തുള്ള കോണുകളുടെ തുക കണ്ടുപിടിക്കണം. നേരെ ഇക്വേഷനിൽ കൊടുക്കാം. n-2 × 180 ഡിഗ്രി. എന്താണ്? n-2 × 180 ഡിഗ്രി. ഇവനെ ഒന്ന് പരിചയപ്പെട്ടാലോ ഈ ഒരു ഇക്വേഷനെ? ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുന്നതാണേ. ഒരു ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ത്രികോണം എടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 3 ആംഗിൾസിൻ്റെയും സം അഥവാ തുക കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു സം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ്? തുക = n-2 × 180 ഡിഗ്രി ആണ്. ഇവിടെ എന്താണ് ഈ n എന്ന് പറയുന്നത്? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്, അതായത് വശങ്ങളുടെ എണ്ണം. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 1, 2, 3. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ n-2 × 180 ഡിഗ്രി. എന്നിന് പകരം എത്ര കൊടുക്കണം? 3 - 2 × 180 ഡിഗ്രി. എപ്പോഴും ബ്രാക്കറ്റിനകത്തുള്ള ആളുകളെ സോൾവ് ചെയ്തിട്ട് വേണം ഇൻറ്റു ചെയ്യാൻ. അപ്പോൾ 3 - 2 1 × 180 എത്ര വന്നു? 180 ഡിഗ്രി. ഇത് ഓൾറെഡി നമുക്ക് നേരത്തെ അറിയാം. ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകളും 3 ആംഗിൾസും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് തന്നെ വരും? 180 ഡിഗ്രി തന്നെ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരെണ്ണോടി മിസ് ഒന്ന് കാണിച്ചു തരാം. ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ചതുർഭുജം.
അപ്പോൾ ക്വാഡ്രിലാറ്ററലിൽ നമുക്ക് എല്ലാ ആംഗിൾസിന്റെയും സം കണ്ടുപിടിക്കാം. നമുക്കറിയാം അത് 360 ആണെന്ന്. ഓക്കെ നമുക്കതൊന്ന് ഇക്വേഷനിൽ ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സമ്മിന്റെ ഇക്വേഷൻ സം ഈസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇപ്പോൾ തന്നെ പഠിച്ചോളൂ കേട്ടോ, n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ n എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട്. അപ്പൊ n-ന് പകരം എത്ര കൊടുക്കണം? 4 കൊടുക്കണം. നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് n-2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് 4 4 - 2 ഇൻറ്റു 180 ഡിഗ്രി. 4 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 2 ഇൻറ്റു 180 ഡിഗ്രി എത്ര വന്നു? ദാ നമ്മൾക്ക് അറിയാവുന്നത് പോലെ തന്നെ 360 ഡിഗ്രി വന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ വന്നോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അവനാണ് യെസ് ദാ വന്നു കഴിഞ്ഞു. ഇവിടെ എന്താണ് പറയുന്നത്? നമുക്ക് ഓരോ പോളിഗൺസ് തന്നിട്ടുണ്ട്, അവരുടെ നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ടുണ്ട്, അവരുടെ സം ഓഫ് ആംഗിൾസ് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദാ നോക്കിക്കേ, ഇവിടെ n-2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇതാ കൊടുത്തിരിക്കുകയാണ് എല്ലാവരെയും. അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ, ത്രികോണം വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്, 3 സൈഡ്സ് ഉണ്ട്. അപ്പോൾ n-2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറയുന്ന ഇക്വേഷനിൽ n-ന് പകരം എന്ത് കൊടുക്കണം? n-ന് പകരം 3 കൊടുക്കണം. അപ്പോൾ 3 - 2 ഇൻറ്റു 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് 180 എന്ന് ആൻസർ വന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തു നോക്കിയത് തന്നെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് ക്വാഡ്രിലാറ്ററൽ അല്ലെ, 3 സൈഡ് ആയത് ഇപ്പൊ 4 സൈഡ് വന്നു. ഓക്കെ, അപ്പൊ 4 സൈഡുള്ള ഒരു പോളിഗൺ. ഓക്കെ, 4 സൈഡുള്ള പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ n-ന് പകരം എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. n-2 ഇൻറ്റു 180 ഡിഗ്രി, അതായത് 4 - 2 ഇൻറ്റു 180 ഡിഗ്രി, നമുക്ക് 360 കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി വീണ്ടും 5 സൈഡ് വന്നു. അപ്പൊ n-ന് പകരം എന്ത് കൊടുക്കണം? 5 - 2 ഇൻറ്റു 180 ഡിഗ്രി. ഇനി അടുത്തതെന്ന് പറയുന്നത് 6 സൈഡ്. ഓക്കെ, 6 സൈഡ് വന്നു കഴിഞ്ഞാൽ n-ന് പകരം എന്ത് കൊടുക്കണം? 6 കൊടുക്കണം. അപ്പോൾ 6 - 2 ഇൻറ്റു 180 ഡിഗ്രി. അങ്ങനെ ഓരോ സൈഡ് കൂടുമ്പോഴും n-ന് പകരം നമ്മൾ വശങ്ങളുടെ എണ്ണം, ആ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ് ആണ്, വശങ്ങളുടെ എണ്ണം കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെ എല്ലാവരുടെയും സം ഓഫ് ആംഗിൾസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, 3 സൈഡ്, 4 സൈഡ്, 5 സൈഡ്, 6, 7, 8 സൈഡുകൾ ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഇവരുടെ സമ്മും ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാവരെയും നോക്കിക്കേ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 180 നിന്നും 180 കൂട്ടുമ്പോഴാണ് 360 കിട്ടുന്നത്. നോക്കിയായിരുന്നോ? ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. വീണ്ടും 360ന്റെ കൂടെ വീണ്ടും 180 ഡിഗ്രി കൂട്ടുമ്പോഴാണ് 540 വരുന്നത്. വീണ്ടും 180 കൂട്ടുമ്പോൾ 720 വരുന്നു. വീണ്ടും 180 കൂട്ടുമ്പോൾ 900 വരുന്നു. വീണ്ടും 180 കൂട്ടുമ്പോൾ 1080 വരുന്നു. കണ്ടായിരുന്നോ? ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്ത് പഠിച്ചു? ഓരോ വശങ്ങൾ കൂടുന്തോറും പോളിഗൺസിന്റെ സൈഡിന്റെ എണ്ണം കൂടുമ്പോൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി വെച്ച് കൂടിക്കൊണ്ടേയിരിക്കും. പഠിച്ച അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കണം, n-2 ഇൻറ്റു 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ? അത് പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ എന്താണ് പഠിച്ചത്? ഓരോ സൈഡ് കൂടുമ്പോൾ 180 ഡിഗ്രി സമ്മും കൂടും. അവരുടെ തുക, കോണുകളുടെ തുക 180 ഡിഗ്രി വെച്ചിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്തത് 9 സൈഡുള്ള പോളിഗൺ ആണെങ്കിൽ വീണ്ടും 1080ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 180 ഡിഗ്രി കൂട്ടിയാൽ മതി. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ഇവന് വെച്ച് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. എന്താണ് പറയുന്നത്? ഓരോ സൈഡ് കൂടുമ്പോഴും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇത് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാ ഇപ്പൊ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 9,000 അല്ല, ഓക്കെ 1980 എന്ന് പറഞ്ഞാൽ ഒരു പോളിഗണിന്റെ സം അഥവാ തുക നമുക്ക് തന്നിട്ടുണ്ട്. സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 1980 ഡിഗ്രിയാണ്. ആയിക്കോട്ടെ. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് വിത്ത് പോളിഗൺ വൺ സൈഡ് മോർ എന്ന് പറഞ്ഞാൽ ഇവന്റെ സൈഡ് ഒന്നും നമുക്ക് അറിയില്ല. എത്രയോ സൈഡുള്ള പോളിഗണിന്റെ സം എന്ന് പറയുന്നത് 1980 ആണ്. ഇനി ഇതേ പോളിഗണിൽ നിന്നും അല്ലെ ഒരു വശം കൂടിയാൽ അല്ലെ, വൺ സൈഡ് മോർ, ഒരു വശം കൂടിയാൽ അവന്റെ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓരോ സൈഡ് കൂടുമ്പോൾ ആംഗിൾ എത്ര വെച്ച് കൂടും?
180 ഡിഗ്രി കൂടും. മിസ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഓരോ സൈഡ് കൂടുമ്പോൾ 180 ഡിഗ്രി വെച്ച് ആംഗിൾസും കൂടും. അപ്പോ ദാ ഇവിടെ ഒരു പോളിഗന്റെ ആംഗിൾ 1980 ആണെങ്കിൽ ഒരു സൈഡ് കൂടി എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 180 ഡിഗ്രി കൂട്ടിയാൽ പോരെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ 180 ഡിഗ്രി കൂട്ടുമ്പോൾ നമുക്ക് 2160 ഡിഗ്രി എന്ന് പറയുന്ന ഉത്തരം വരും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇവിടെ എന്താ പഠിച്ചത്? ഓരോ സൈഡ് കൂടുമ്പോൾ 180 ഡിഗ്രി വെച്ച് ആംഗിൾസും കൂടും. സെറ്റ് ആണല്ലോ? കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഫോർ എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്. ഓക്കെ, ഒരു സൈഡ് കൂടിയാലും ഒരു സൈഡ് കുറഞ്ഞാലും എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ 180 ഡിഗ്രി കൂട്ടി. ഇനി വൺ സൈഡ് ലെസ്, ഒരു സൈഡ് കുറഞ്ഞാൽ അല്ലെ, നമുക്കറിയാം 1980 ഉണ്ടായിരുന്നു അല്ലെ. ഓരോ സൈഡ് കൂടുമ്പോൾ 180 ഡിഗ്രി കൂടുന്നു. ഇനി ഓരോ സൈഡ് കുറയുമ്പോൾ 180 ഡിഗ്രി എന്ത് ചെയ്യും? കുറയും. സിമ്പിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1980 180 ഡിഗ്രി. ഓക്കെ, മിക്സ് ആയി പോയി പറഞ്ഞപ്പോൾ 180 ഡിഗ്രി കുറയ്ക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ വേഗം ആരാണ് ആദ്യം ആൻസർ ചാറ്റിൽ അയക്കുന്നത് മിസ് ഒന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ട്. ഇത് ജസ്റ്റ് മൈനസ് ചെയ്യാൻ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, എത്ര പേർക്ക് കറക്റ്റ് ആൻസർ വരുന്നു നോക്കട്ടെ. അപ്പൊ ഈ ഒരു ആൻസർ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് പഠിച്ചത്? ഓരോ സൈഡ് കൂടുമ്പോൾ 180 ഡിഗ്രി വെച്ച് കൂടുന്നു, ഓരോ സൈഡ് കുറയുമ്പോൾ 180 ഡിഗ്രി വെച്ച് കുറയുന്നു. സിമ്പിൾ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, ദാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the sum of the angles of 27 sided polygon? ഭയങ്കര സിമ്പിൾ അല്ലേ? നോക്കിക്കേ, എത്ര സൈഡ് ഉണ്ട് ഈ പോളിഗണിന്? 27 എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നതല്ലേ നമ്പർ ഓഫ് സൈഡ്, വശങ്ങളുടെ എണ്ണം. അത് നമുക്ക് 27 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കണം, തുക കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഇക്വേഷൻ? സം ഈസ് ഈക്വൽ ടു n-2 into 180 ഡിഗ്രി. എന്താണ്? n-2 into 180 ഡിഗ്രി. n എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 27 സൈഡ് ഉണ്ട്. സോ 27 മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി. 27 2 പോയാൽ എത്രയാണ്? അത് തന്നെ എന്താണ്? 25. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നമ്പറാണ് 25, 5, 3 ഒക്കെ. എപ്പോൾ പറയും ഇതെല്ലാ നമ്പറും ആയില്ലേ എന്ന്? ഓക്കെ, ചുമ്മാ 25 എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത അല്ലേ? 5ന്റെ സ്ക്വയർ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ എന്താണ്? 27 മൈനസ് 2 25. 25 ഇൻറ്റു 180 ഡിഗ്രി. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും 45.00 ഡിഗ്രി. ക്ലിയർ ആയ? ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ. ട്രയാങ്കിളും ക്വാഡ്രിലാറ്ററൽ അല്ലേ, 4 3 വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു അല്ലെ. ഈ ഇക്വേഷനിൽ എന്നിന് പകരം 4 3 വെച്ചിട്ട് ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ 4 3 അല്ലാതെ വലിയ നമ്പേഴ്സ് അഥവാ 27 അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ 27 സൈഡുള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്തു? n-2 into 180 ഡിഗ്രി എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്നിന് പകരം എന്ത് കൊടുത്തു? ആ സൈഡ് അല്ലെ, എത്ര വശങ്ങളുണ്ട് ആ വശം എത്രയാണെന്നുള്ളത് കൊടുത്തു. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. പോളിഗൺസിൽ എല്ലാ ക്വസ്റ്റ്യൻസ് അങ്ങനെ കേട്ടോ, ഭയങ്കര സിമ്പിൾ ആണേ. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8 ഓക്കെ, ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇത്ര നേരം നമുക്ക് സൈഡ് അല്ലേ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സൈഡ് എത്ര എണ്ണമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് സൈഡ് ക്വസ്റ്റ്യനിൽ എന്തില്ല? തന്നിട്ടില്ല. അതായത് n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? സം ഓഫ് ആംഗിൾസ് അല്ലെ, കോണുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. സം എന്ന് പറയുന്നത് 8100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വിഷമിക്കേണ്ട. സം തന്നിട്ടുണ്ട്, n കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ആരുണ്ട്? നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. സോ ഇക്വേഷനിലേക്ക് കൊടുക്കാം. സം ഈസ് ഈക്വൽ ടു എന്താണ്? n-2 ഇൻറ്റു 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ഈ സം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം മിസ് സമ്മിന് പകരം 8100 ഡിഗ്രി എന്ന് കൊടുക്കുന്നു. ഇനി n നമുക്ക് അറിയത്തില്ല കേട്ടോ. n-2 ഇൻറ്റു 180 ഡിഗ്രി മിസ് അതുപോലെ തന്നെ കൊടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? എന്നിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആളെ അവിടെ തന്നെ നിർത്തിയിട്ട് ബാക്കി ഓരോ ആളുകളെയും ലെഫ്റ്റ് സൈഡിലോട്ട് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ നോക്കിക്കേ, n-2 മിസ് അവിടെ തന്നെ നിർത്തുവാണേ. ആദ്യം 180 ഇതാ ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 8100 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. 180 ഇൻറ്റു 180 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 180 ആകും. ഇനി 180 പോയാൽ ഇനി ഇവിടെ ആര് മാത്രമേ ബാലൻസ് ഉള്ളൂ?
n-2 മാത്രമല്ലേ ബാലൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ 0 0 കട്ട് ചെയ്ത് 810/18 എന്ന് പറയുന്നത് നമുക്ക് 45 എന്ന് വരും. 45 is equal to n-2 മീൻസ് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, 45 എവിടെ നിന്ന് വന്നു? ഇവനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടോട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. n-നെ അവിടെ തന്നെ നിർത്തിയിട്ട് ഈ -2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 45 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. -2 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും? മൈനസ് മാറി +2 ആകും. ഇനി 2 പോയാൽ ഇനി ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? നമുക്ക് കണ്ടുപിടിക്കേണ്ട n മാത്രമേ ഉള്ളൂ. കിട്ടിയില്ലേ n എന്ന് പറയുന്നത്? 45 + 2 എത്രയാണ്? 47 is equal to n എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സം എന്ന് പറയുന്നത് എത്ര വശങ്ങളുള്ള പോളിഗണാണ്? 47 സൈഡുള്ള ഒരു ബഹുഭുജം, വശങ്ങളുള്ള സൈഡുകളുള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മിസ് പ്ലസ് ഈക്വൽ ടു അപ്പുറത്തേക്കൊക്കെ കളഞ്ഞു അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. പ്ലസ് ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. സ്വാഭാവികമായും മൈനസ് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? പ്ലസ് ആകും. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി ഇൻറ്റു ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. വീണ്ടും ഡിവിഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും? ഇൻറ്റു ആകും. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടിയിലാക്കി പൂട്ടി വെച്ചോളൂ കേട്ടോ, തലക്കകത്ത്, ബുക്കിലല്ല കേട്ടോ. അപ്പോൾ അത് പഠിക്കണം, ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ അല്ലേ, ഇതെങ്ങനെയാണ് മിസ് ഇപ്പുറത്തോട്ട് നമുക്ക് ഇൻറ്റു ആയതല്ലേ? പ്ലസ് മൈനസ് കിളി പറക്കണ്ട, ഇതാണ് കാര്യം. പ്ലസ് ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഇൻറ്റു ആവും. ഇൻറ്റു ഈക്വൽ ടു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അതുപോലെ തന്നെ പ്ലസ് ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ഇൻറ്റു ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഡിവിഷൻ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. കിളി പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കിളി ജസ്റ്റ് ഒരു സെക്കൻഡ് അങ്ങ് പോയി. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലായാലോ കാര്യം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഓക്കെ. 20 സൈഡഡ് പോളിഗൺ ഹാസ് ഈക്വൽ ആംഗിൾസ്. ഹൗ മച്ച് ഈച്ച് ആംഗിൾ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു 20 സൈഡുള്ള പോളിഗൺ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആയിക്കോട്ടെ, 20 സൈഡുള്ള പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ആയിക്കോട്ടെ, ഓരോ ആംഗിളും കണ്ടുപിടിക്കണം. ഓക്കെ, ഓരോ ആംഗിളും കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആകെ ആംഗിൾസ് അല്ലെ, ടോട്ടൽ സം ഓഫ് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കോണുകളുടെ തുക കണ്ടുപിടിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് എത്ര വശങ്ങളുണ്ട്? എത്ര സൈഡ് ഉണ്ട്? 20 സൈഡ് ഉണ്ട്. 20 വശമുള്ള പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ മിസ്സിന്റെ ഹെൽപ്പിന് വേണോ? ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് ചെയ്യുക. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ ഇവിടെ ആൻസർ റെഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. n എന്ന് പറയുന്നത് പോസ് ചെയ്ത് വന്നവരായിരിക്കുമല്ലോ ഇപ്പോൾ അല്ലേ? അതെ, അത് തന്നെ. അപ്പോൾ നമുക്ക് സം കണ്ടുപിടിക്കാം. സം എന്ന് പറയുന്നത് തുക ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? n-2 ഇൻറ്റു 180 ഡിഗ്രി. n എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര സൈഡാണ്? 20 വശമാണ്. 20 - 2 ഇൻറ്റു 180 ഡിഗ്രി. 20 - 2 എത്രയാണ്? 18 ഇൻറ്റു 180 ഡിഗ്രി. ഇവരെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 32 40 ഡിഗ്രി എന്ന് വരും. എന്ന് പറഞ്ഞാൽ 20 വശങ്ങളുള്ള സൈഡുകളുള്ള പോളിഗൺസ് ബഹുഭുജം എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 32 40 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ഈ 32 40 ഡിഗ്രി എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? 20 സൈഡുള്ള പോളിഗണിൽ എത്ര തന്നെ ആംഗിൾസ് ഉണ്ടാവും? 20 ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ ഈ ടോട്ടൽ ഡിവൈഡഡ് ബൈ 20 പേരും ഈക്വൽ ആണ്. അപ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ പോരെ? ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ 10 ചക്കയുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് 5 പേർക്കും വീതിച്ചു കൊടുക്കണം. അപ്പോൾ 10/5 ചെയ്യൂലേ? അത്ര തന്നെ. ഇവിടെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 32 40 ആണ്. അപ്പോൾ ഓരോ ആംഗിളും കണ്ടുപിടിക്കണമെങ്കിൽ 32 40 ഡിവൈഡഡ് ബൈ എന്താണ്? 20 ആംഗിൾസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ മതി. കത്തിയില്ലേ? അത് തന്നെ. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. യെസ്, ഈച്ച് ആംഗിൾ, ഓരോ കോണും കണ്ടുപിടിക്കാൻ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾ രണ്ടും സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ സം ഡിവൈഡഡ് ബൈ n ചെയ്യണം. ദാറ്റ് ഈസ് 32 40 ഡിവൈഡഡ് ബൈ 20. ഇവരെ തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് 162 ഡിഗ്രി എന്ന് വരും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? 10 പേനയുണ്ട് അല്ലെ? 2 പേന വെച്ച് അല്ലെ? 5 പേരുണ്ട്. അപ്പോൾ ഒരാൾക്ക് എത്ര പേന? 10/5 2 പേന വെച്ച് കിട്ടും. അതുപോലെ തന്നെയാണ് വീണ്ടും പറയുന്നുണ്ട്. ടോട്ടൽ നമുക്ക് 32 40 ഉണ്ട്. അത് 20 പേർക്ക് വീതിച്ചു കൊടുക്കണം. 20 പേരും തുല്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 32 40 ഡിവൈഡഡ് ബൈ 20 ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യനും വളരെ ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുൻപ് ഔട്ടർ ആംഗിൾ അടുത്തൊരു സെക്ഷനിലോട്ടാണ് വരുന്നത്. എന്താണ് ഔട്ടർ ആംഗിൾ അഥവാ പുറം കോണുകൾ എന്ന് പറയുന്നത്? വളരെ വളരെ സിമ്പിൾ ആണ്. ഒന്നുമില്ല, ഒരു പോളിഗൺ, ഇവിടെ ട്രയാങ്കിൾ തന്നെ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ
ഈ ഒരു ആംഗിൾ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് നേരെ നീട്ടി വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ആംഗിൾ y ആണ്, ഈ ആംഗിൾ x ആണെങ്കിൽ ഈ x പ്ലസ് y എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? സെറ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു പോളിഗണിന്റെ ഞാൻ എന്താ ഇവിടെ ഒരു ആംഗിൾ വരക്കാണ്. ഇവൻ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180 മൈനസ് 60 ചെയ്താൽ മതി, 120 ഡിഗ്രി കിട്ടും. ദാറ്റ് മീൻസ് ഇത്രേ ഉള്ളൂ, ഒരു പോളിഗണിന്റെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരും. സിമ്പിൾ. എന്താണ്? ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ, അകം കോണും പുറം കോണും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. വേറെ ഒന്നുമില്ല ഇവിടെ പഠിക്കാനായിട്ട്. ഓക്കെ ആണ്? സെറ്റാണ്? ഭയങ്കര സിമ്പിളാണ്. ഇനി ഒരു ക്വാഡ്രിലാറ്ററൽ എടുത്ത് നോക്കിയോളൂ. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇവനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടുപേരെയും കൂട്ടുമ്പോൾ അല്ലെ, ഇന്നർ ആംഗിളും അവന്റെ ഔട്ടർ ആംഗിളും, അതെ നോക്കിക്കേ, അകം കോണും അവന്റെ പുറം കോണും തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഒരാൾ 70 ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കിട്ടാൻ ആ 180 നിന്ന് ഈ 70 അങ്ങ് മൈനസ് ചെയ്താൽ പോരെ? എത്ര ഡിഗ്രി കിട്ടും? 110 ഡിഗ്രി കിട്ടും. ക്ലിയർ ആണ്? ഓക്കെ ആണ്? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതന്നെ, ഡീലാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ആംഗിൾസ് അല്ലെ, നമ്മൾ ഇന്നർ ആംഗിൾസ് ഓരോ സൈഡ് കൂടുമ്പോൾ 180 ഡിഗ്രി വെച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൂടി വരും നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ നോക്കിയേ, ഔട്ടർ ആംഗിളിന്റെ സം, പുറം കോണിന്റെ തുക എന്ന് പറയുന്നത് എപ്പോഴും 360 ആയിരിക്കും. അവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? പുറം കോണുകളുടെ തുക, ഔട്ടർ ആംഗിൾസിന്റെ സമ്മിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല. അവൻ എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഇന്നർ ആംഗിൾ അങ്ങനെയല്ല, ഓരോ വശം കൂടുമ്പോൾ 180 ഡിഗ്രി വെച്ച് കൂടും, ഓരോ വശം കുറയുമ്പോൾ 180 ഡിഗ്രി കുറയും. ഓക്കെ, പക്ഷേ ഔട്ടർ ആംഗിൾസിന്റെ കേസിൽ എന്ത് ആവില്ല? ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അവൻ എപ്പോഴും 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഇന്നർ ആംഗിൾസ് ഓഫ് ആൻ 18 സൈഡഡ് പോളിഗൺ ആർ ഈക്വൽ. ഓക്കെ, ഒരു 18 സൈഡുള്ള പോളിഗണിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ആയിക്കോട്ടെ. ഹൗ മച്ച് ഈച്ച് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓരോ ആംഗിൾസും, ഓരോ പുറം കോണുകളും കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിയേ, ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 18 സൈഡ് ഉണ്ട് അല്ലെ, 18 സൈഡ് ഉണ്ട്, 18 വശങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ കോണുകളും എത്ര ഉണ്ടാകും? 18 എണ്ണം ഉണ്ടാകും. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ പുറം കോണുകളും കണ്ടുപിടിക്കാം, ഈച്ച് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാം. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ അല്ലേ, ഒരു 10 മാറ്റി പിടിക്കുക അല്ലേ. ഓക്കെ, ഒരു 100 ചക്കയുണ്ട്. ഓക്കെ, 100 ചക്കയോ 100 മാങ്ങയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ 100 മാങ്ങ ഉണ്ടെന്ന് കരുതാം. ഓക്കെ, എനിക്ക് ഒരു 20 പേരുണ്ട്. ഈ 100 മാങ്ങ 20 പേർക്ക് വീതിച്ചു കൊടുക്കണം. 100/20 നമ്മൾ ചെയ്യത്തില്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടൽ ഔട്ടർ ആംഗിൾ, പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചു 360 ആണെന്ന്. എത്ര പേർക്ക് വീതിച്ചു കൊടുക്കണം? 18 പേർക്ക് വീതിച്ചു കൊടുക്കണം. 18 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ 18 പേർക്കും തുല്യമായി ഭാഗിച്ചു കൊടുക്കണം. ഒന്നുകൂടി പറഞ്ഞു തരാം, ടോട്ടൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, 18 പേരും തുല്യമാണ്. 18 പേർക്കും വീതിച്ചു കൊടുക്കാൻ ആ ടോട്ടൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 18 ചെയ്താൽ മതി. സോ 360 ഡിവൈഡഡ് ബൈ 18. ഓക്കെ ആണല്ലോ? നേരെ 2 16 20 എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പോൾ നോക്കിക്കേ, 18 സൈഡുള്ള പോളിഗൺ ആണ്. n എന്ന് പറയുന്നത് 18 ആണ്. ടോട്ടൽ ആംഗിൾ, ഔട്ടർ ആംഗിൾ എപ്പോഴും നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല പക്ഷെ നമുക്കറിയാം, അവൻ മാറൂല, അവൻ 360 ഡിഗ്രി തന്നെയായിരിക്കും. പുറം കോൺ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. 20 പേർക്ക് ഭാഗിച്ചു കൊടുക്കണം. 360 ഡിവൈഡഡ് ബൈ എന്താണ്? 20 പേരല്ല, 18 പേർക്ക് ഭാഗിച്ചു കൊടുക്കണം. 360 ഡിവൈഡഡ് ബൈ 18 കിട്ടും 20. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? സോ ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇന്നർ ആംഗിൾ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ, ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 20 ഡിഗ്രി ആണെങ്കിൽ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. അതിൽ ഒരാൾ 20 ഡിഗ്രി ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ഈ 20 മൈനസ് ചെയ്താൽ മതി, 160 ഡിഗ്രി കിട്ടും. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ നമ്മൾ ഇവിടെ വരെ എന്തൊക്കെയാ പഠിച്ചത്? സം കണ്ടുപിടിക്കാനായി ഇക്വേഷൻ n-2 × 180 ഡിഗ്രി. n എന്ന് പറയുന്നത് സൈഡ്സിന്റെ നമ്പർ അല്ലെ, നമ്പർ ഓഫ് സൈഡ്, വശങ്ങളുടെ എണ്ണം. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഓരോ സൈഡും കൂടുമ്പോൾ 180 ഡിഗ്രി വെച്ച് ഇന്നർ ആംഗിൾ കൂടുന്നു, അകം കോണിന്റെ തുക കൂടുന്നു. ഓരോ സൈഡ് കുറയുമ്പോൾ ഇന്നർ ആംഗിൾ 180 ഡിഗ്രി വെച്ച് കുറയുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം?
180 ഡിഗ്രി കിട്ടണം. ഓക്കെ അല്ലേ? ഇനി ഔട്ടർ ആംഗിൾ എല്ലാം കൂട്ടുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഇല്ല, അവൻ എപ്പോഴും 360 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇതാ കൊണ്ടുപോകുന്നത് അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, കാൽക്കുലേറ്റ് ആൻ ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. ഓക്കെ, ഇവിടെ ഇന്നർ ആംഗിളും കണ്ടുപിടിക്കണം, ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കണം. റെഗുലർ പോളിഗൺ ഓഫ് 15 സൈഡ്. ഓക്കെ, 15 സൈഡുള്ള റെഗുലർ പോളിഗണിന്റെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കണം. അകം കോണും പുറം കോണും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 15 സൈഡ് ഉണ്ടല്ലേ ഇവൻ, നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. ആംഗിൾസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പല രീതിയിൽ കണ്ടുപിടിക്കാം. മിസ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം ഔട്ടർ ആംഗിൾ കാണാൻ പോകുന്നു. ഓക്കെ, ഔട്ടർ ആംഗിളിന്റെ സം, പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് നമുക്കറിയാം 360 ഡിഗ്രിയാണ്. എത്ര വശങ്ങളുണ്ട്? 15 വശങ്ങളുണ്ട്. സൈഡ്സ് എന്ന് പറയുന്നത് 15 ആണ്. എന്ന് പറഞ്ഞാൽ ആംഗിൾസും എത്ര എണ്ണം ഉണ്ടാകും? എത്ര കോണുകൾ ഉണ്ടാകും? 15 എണ്ണം തന്നെ ഉണ്ടാകും. ഓക്കെ ആണോ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പുറം കോണും കണ്ടുപിടിക്കാനായിട്ട് ഈച്ച് ഔട്ടർ ആംഗിൾ, ഓരോ പുറം കോണും കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആകെ എത്ര പുറം കോണുണ്ട്? 360 ആണ് അവരുടെ ആകെ തുക. ഡിവൈഡഡ് ബൈ എത്ര കോണുകളുണ്ട്? 15 പേർക്ക് ഭാഗിച്ചു കൊടുക്കണം. ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ മതി. ഓക്കെ ആണോ? സെറ്റാണോ? അപ്പോൾ എന്താണ് ഔട്ടർ ആംഗിൾ എടുക്കാൻ കാരണം? ഇവിടെ ഇക്വേഷനിലൊന്നും കൊടുക്കണ്ട നമുക്ക്. ഔട്ടർ ആംഗിളിന്റെ സം, ഔട്ടർ ആംഗിൾ എല്ലാവരെയും കൂട്ടുമ്പോൾ നമുക്കറിയാം 360 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ? അപ്പോൾ ഈ 360 ഡിഗ്രീനെ 15 ആയിട്ട് ഭാഗിക്കണമെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ പോരെ? എളുപ്പത്തിൽ ആൻസർ കിട്ടും. നമുക്ക് 24 ഡിഗ്രി എന്ന് കിട്ടും. എന്താണ് കിട്ടിയത്? ഔട്ടർ ആംഗിൾ. ഓരോ ഔട്ടർ ആംഗിളും 24 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ഔട്ടർ ആംഗിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആണ്. നോക്കിക്കേ, സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. 15 പേർക്ക് തുല്യമായിട്ട് ഭാഗിക്കണം. 360 ഡിവൈഡഡ് ബൈ 15 ചെയ്തു, 24 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? ഇപ്പോൾ തന്നെ മനസ്സിൽ വന്നു കാണും അല്ലേ? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 24 ആണെങ്കിൽ ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? എന്ത് മൈനസ് ചെയ്യണം? നമുക്കറിയാം ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. അതിൽ ഒരാൾ 24 ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ 180 എന്ത് മൈനസ് ചെയ്താൽ മതി? 24 മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഇവിടെ നോക്കിക്കേ, ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഒരാൾ 24 ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ 180 24 മൈനസ് ചെയ്താൽ മതി. 156 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിളിന്റെ പ്രോബ്ലംസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇഷ്ടപ്പെട്ടോ ചാപ്റ്റർ? ഭയങ്കര ഈസി അല്ലേ? ആകെ മിസ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ബാക്കി എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തരും. എന്ത് രസമല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 20 ഡിഗ്രി. ഹൗ മെനി സൈഡ്സ് ഇറ്റ് ഹാവ്? ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നോക്കിക്കേ, നേരെ റിവേഴ്സ് വന്നിരിക്കുന്നു. ഒരു പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 20 ഡിഗ്രി ആണെങ്കിൽ അവന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. എന്ത്? പുറം കോണുകളുടെ തുക. ഔട്ടർ ആംഗിൾസിന്റെ സം 360 ഡിഗ്രിയാണ്. ഓക്കെ, ഈച്ച് ആംഗിൾ, ഓരോ കോണും എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 20 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ എത്ര വശങ്ങളുണ്ട് എന്ന് നോക്കാനായിട്ട് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാൻ ചെയ്ത പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ മതി. ദാറ്റ് ഈസ് എത്ര വരും? 18 സൈഡ് എന്ന് വരും. നോക്കിക്കാൻ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ നേരെ റിവേഴ്സ് അല്ലേ വന്നിരിക്കുന്നത്? നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, അതേപോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിക്കേ, ആൻഡ് ഔട്ടർ ആംഗിൾ ഓഫ് ആൻ റെഗുലർ പോളിഗൺ. ഓക്കെ, ഒരു റെഗുലർ പോളിഗണിന്റെ ഔട്ടർ ആംഗിൾ, പുറം കോൺ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. ഓക്കെ, ആയിക്കോട്ടെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി സൈഡ്സ് ഇറ്റ് ഹാവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വശങ്ങളുണ്ട്. എന്ത് ചെയ്താൽ മതി? സം ഡിവൈഡഡ് ബൈ ഈച്ച് ആംഗിൾ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. 18 വശങ്ങളുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഓൾറെഡി കഴിയാറായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? ഈ ഒരു ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. വീണ്ടും നേരെ റിവേഴ്സ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഇന്നർ ആംഗിൾ ഓഫ് ആൻ റെഗുലർ പോളിഗൺ. ഓക്കെ, ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 168 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇന്നർ ആംഗിൾ, വൺ ഇന്നർ ആംഗിൾ, ഒരു അകം കോൺ എന്ന് പറയുന്നത് 168 ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട്. ഹൗ മെനി സൈഡ്സ് ഇറ്റ് ഹാവ്? ഓക്കെ, എത്ര സൈഡ് ഉണ്ട്? വീണ്ടും നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ് അല്ലേ? നമ്പർ ഓഫ് ആംഗിൾസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കേ,
ഇന്നർ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 168 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? വേഗം ഒന്ന് പറഞ്ഞേ. പുറം കോൺ എത്രയായിരിക്കും? ഇന്നർ ആംഗിൾ 168 ഡിഗ്രി ആണെങ്കിൽ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്നും ഈ 168 ഡിഗ്രി എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. കാരണം രണ്ടുപേരെയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി. അതിൽ ഒരാൾ 168 ആണെങ്കിൽ രണ്ടാമത്തെ ആൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 168. സെറ്റാണല്ലോ? ഓക്കെ, നേരെ കിട്ടും 12 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനി സൈഡിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് അല്ലേ, ഔട്ടർ ആംഗിൾ ഒരാൾ 12 ഡിഗ്രിയാണ്, ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 360 ഡിഗ്രി കിട്ടുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ, വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് സം ഡിവൈഡഡ് ബൈ എന്താണ്? ഔട്ടർ ആംഗിൾ. ഈച്ച് ഔട്ടർ ആംഗിൾ, അതായത് സം ഡിവൈഡഡ് ബൈ 12 എന്ന് വരുന്നു. ഓക്കെ, ഇത് ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ലാസ്റ്റ് ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ ആദ്യം മുതൽ പഠിച്ച കാര്യങ്ങൾ മിസ് ഒന്ന് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് പോളിഗൺ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മിസ് പറഞ്ഞ കാര്യങ്ങൾ അടഞ്ഞിരിക്കുന്നത് അല്ലെ, ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം, സൈഡുകളെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം, ഒന്നിനു മീതെ ഒന്ന് വരാൻ പാടില്ല. ഇതായിരുന്നു നമ്മുടെ പോളിഗൺ അഥവാ ബഹുഭുജം. ഓക്കെ, ഏറ്റവും ചെറിയ പോളിഗൺ, ഏറ്റവും ചെറിയ ബഹുഭുജം ആരാണ്? ട്രയാങ്കിൾ, ത്രികോണമാണ്. ഓക്കെ, ഇനി അകം കോണുകളുടെ തുക കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ്? n-2 × 180 ഡിഗ്രി. n എന്ന് പറയുന്നത് വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്സ് ആണ് n എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആംഗിൾസും, എല്ലാ സൈഡും, എല്ലാ കോണുകളും, എല്ലാ വശങ്ങളും തുല്യമായിരിക്കണം. ഓക്കെ, പിന്നെ പഠിച്ചത് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു പോളിഗൺ ഞാൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോളിഗൺ വരച്ചു, ഈ ഇന്നർ ആംഗിൾ 60 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്ന് 60 മൈനസ് ചെയ്താൽ മതി, 120 ഡിഗ്രി കിട്ടുന്നു. ഈ ഇന്നർ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ അവന്റെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ, പുറം കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ഈ 50 മൈനസ് ചെയ്താൽ മതി, 130 ഡിഗ്രി കിട്ടുന്നു. ഈ ഒരു ആംഗിൾ 70 ഡിഗ്രി ആണെങ്കിൽ ഈ ഔട്ടർ ആംഗിൾ, അവന്റെ പുറം കോൺ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 180 നിന്നും 70 മൈനസ് ചെയ്താൽ മതി. ബിക്കോസ് ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിച്ചത് സം ഓഫ് ഔട്ടർ ആംഗിൾ അല്ലെ, പുറം കോണിന്റെ തുക ഒരിക്കലും മാറൂല അല്ലെ, അവൻ എപ്പോഴും സെയിം തന്നെയായിരിക്കും. അതായത് 130 പ്ലസ് 120 പ്ലസ് 110 ചെയ്തു നോക്കിക്കോളൂ, നമുക്ക് എപ്പോഴും 360 ഡിഗ്രി തന്നെ വരും. ഓക്കെ, അപ്പോൾ ഔട്ടർ ആംഗിൾസ് ഏത് പോളിഗൺ എടുത്തു കഴിഞ്ഞാലും അല്ലെ, എത്ര സൈഡുള്ള പോളിഗൺ, എത്ര സൈഡുള്ള ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും, വശങ്ങളുള്ള ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും അവന്റെ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതിന് മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. മാറ്റം വരുന്നത് എന്താണ്? ഇന്നർ ആംഗിൾ. ഓരോ സൈഡ് കൂടുമ്പോൾ ഓരോ ആംഗിൾസ് കൂടുന്നു. എത്ര ഡിഗ്രി വെച്ചിട്ട്? 180 ഡിഗ്രി വെച്ചിട്ട്. ഓരോ സൈഡ് കുറയുമ്പോൾ 180 ഡിഗ്രി വെച്ച് കുറയുന്നു ഇന്നർ ആംഗിൾ. അകം കോണിന്റെ കേസിൽ പുറം കോണിന്റെ തുക ഒരിക്കലും മാറത്തില്ല. എത്ര സൈഡുള്ള പോളിഗൺ എടുത്താലും എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി തന്നെ ആയിരിക്കും. അവന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മക്കളെ പാസ്സായി, അടിപൊളി മാർക്കും കിട്ടും. ഓക്കെ, പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. എന്തായാലും ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ തിങ്ക് നമുക്ക് അടുത്തൊരു സെക്ഷൻ, ഓക്കെ, സെക്കൻഡ് പാർട്ടായിട്ട് വരക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വരക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.